ഹാലലുയ സ്തോത്രം. ഹാലലുയ 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 ഹാലലുയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രകാരം ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിൽ തിരുവചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന പ്രിയ സിജു കുന്നൽ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒത്തിരി ദൈവദാസന്മാരും ദാസിമാരും ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സ്ഥലിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിപ്പാൻ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ, ജീവിതത്തിലെ ഭാരമേറിയിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 18, 19, 20 എങ്കിലും 18, 19 ഞാനിപ്പോൾ വായിക്കാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമേറിയ ഒരു ഭാരം അല്ലെങ്കിൽ ആഴമേറിയ ഒരു ദൈവിക ചിന്തയാ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ കേൾപ്പിക്കുവാനിടയാകുന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയുടെ നടുവിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് പറയുവാനുള്ളത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുൻപ് നമ്മുടെ ജീവിതത്തിൽ വന്ന ഒത്തിരി പരാജയങ്ങളുണ്ട്, ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്, ഒത്തിരി കഷ്ടമേറിയ അനുഭവങ്ങളുണ്ട്. ജീവിതം ഒരു പടി പോലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ പതറിപ്പോയ അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് പറയുക, ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ തകർച്ചകൾ, ജീവിതത്തിൽ സംഭവിക്കുന്നതായ വേദനിക്കപ്പെടുന്ന അനുഭവങ്ങൾ, അതൊന്ന് ഓർത്ത് നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ ഓർത്തിരുന്നാൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയത്തില്ല. പലതരത്തിലുള്ള പ്രതിസന്ധികളാൽ മുന്നോട്ട് ഗമിക്കുവാൻ കഴിയാതെ കടന്നു വരുന്ന പ്രതികൂലത്തിന്റെ നടുവിലും നിനക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ പണ്ടുള്ളവയോ കാര്യങ്ങളെ ഓർത്ത് നിരൂപിച്ച് അതിനെ ചിന്തിച്ചിരുന്നാൽ ആത്മീകത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പറയുന്നത്, മുമ്പുണ്ടായിരുന്നത് നീ ഓർക്കണ്ട. മുമ്പ് നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏതൊരു പ്രതിസന്ധികളെയും നീ ഓർക്കണ്ട, ഒരു വേദനിക്കുന്ന അനുഭവങ്ങളെയും ഓർക്കണ്ട, ഒരു തകർച്ചകളെയും നീ ഓർക്കണ്ട, ജീവിതത്തിൽ ഒരു പരാജയം നീ ഓർക്കണ്ട. മുമ്പ് അനുഭവിച്ചതായ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്, അതൊന്നും നീ ഓർക്കണ്ട എന്നാ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഓർത്തിരുന്നാൽ ദൈവത്തിന് പറയുവാൻ കഴിയുന്നത്, ജീവിതത്തിൽ ഒരു അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയത്തില്ല, എന്നും സങ്കടവും ദുഃഖകരമായ അനുഭവങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവിക ചിന്ത മക്കളെ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ദൈവദാസിമാരോടും കുഞ്ഞുങ്ങളോടും ദൈവ സഹോദരിമാരോടും പറയുവാനുള്ളത്, മുമ്പ് ചിലതൊക്കെ അനുഭവിച്ചില്ലേ, അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ പറയുക, എന്നിട്ട് പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ജീവിതത്തിൽ പണ്ട് അനുഭവിച്ചതായ ഒരു കാര്യങ്ങളെ ഓർത്ത് അതിനെ നിരൂപിച്ച് അതിനെ ഓർമ്മിച്ച് അതിനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ അടുത്ത ഭാഗമാണ് പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ 19-ാമത്തെ വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു.
പ്രൈസലോ. പണ്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നേക്ക്. പണ്ട് അനുഭവിച്ചതായ കഷ്ടതകളും വേദനകളും ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയ കർത്താവ് ചെയ്യുവാൻ പോകുന്ന പുതിയ കാര്യത്തിനു വേണ്ടി അവിടെ നിന്ന് മുൻപ് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വരുവാൻ കഴിഞ്ഞാൽ കർത്താവ് വളരെ സന്തോഷിക്കുക. പ്രൈസലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടകരമായ അനുഭവങ്ങളും ഒക്കെ ഓർത്ത് ദിനംതോറും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ചെന്നെത്തും, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ കൈപ്പറ്റുവാൻ കഴിയാതെ പഴയതിനെ ഓർത്തുകൊണ്ട് പഴയ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന് രാത്രി ആത്മാവിൽ പറയുന്ന ഒരു ദൈവിക ചിന്ത, പഴയതിനൊക്കെ അങ്ങ് മറന്നുകള. ദൈവം ചെയ്യുവാൻ പോകുന്ന പുതിയ കാര്യത്തിലേക്ക്, പുതിയ സംരംഭത്തിലേക്ക്, പുതിയ ആ ഒരു ആശയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ കഴിയുമെങ്കിൽ കർത്താവ് പിന്നെ തരുവാൻ പോകുന്ന അനുഗ്രഹമാണ് നമ്മുടെ ചിന്താ വിഷയം എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്ത് നല്ലൊരു ദൈവിക ആലോചനയാ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്നത്. ജീവിതത്തിന്റെ പല മേഖലകളിൽ വഴിമുട്ടി നിൽക്കുക, ചെയ്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അത് എന്നും ഓർത്ത് നിരാശപ്പെട്ടിരിക്കുക. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മുൻപന്തിയിലേക്ക് വന്നപ്പോൾ അത് പരാജയം സംഭവിച്ചത് മുഖാന്തരം ആ പരാജയത്തിന്റെ കാര്യങ്ങളെ ചിന്തിച്ചു വ്യാകുലപ്പെട്ടിരിക്കുകയാണോ? നിന്റെ ജോലി സ്ഥലത്തായിരുന്നാലും നിന്നെ ബുദ്ധിമുട്ടിച്ച ഒത്തിരി പേരുണ്ടാകാം, നിന്നെ സങ്കടപ്പെടുത്തിയ ഒത്തിരി പേരുണ്ടാകാം, അല്ലെങ്കിൽ സഭയിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി പരാജയപ്പെടുത്തിയ വാക്കുകൾ കൊണ്ട് നിന്നെ നിരാശപ്പെടുത്തിയിരിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് ഇനി സമയം കളയേണ്ട വ്യക്തിയല്ല. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവുക. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരണം. പലപ്പോഴും പഴയതിനെ ഓർത്ത് സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ട് ഒരു തരത്തിലും അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ ജീവിതത്തിന്റെ പല മേഖലകളിലും ദുഃഖിച്ച് നിരാശപ്പെട്ട് ആയിരിക്കുന്ന അനുഭവമാണ് ഇന്നലെ വരെ. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്ന ദൈവത്തിന്റെ ചിന്തയോടെ പഴയതിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ അനുഭവത്തിലൂടെ പുതിയ ഒരു പാതയിലൂടെ നടത്തുവാൻ എന്നെ അവിടുന്ന് കരം പിടിക്കുന്നതിനായി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ വ്യക്തമായി സംസാരിക്കുക. പഴയതിനെ ചിന്തിച്ച് സമയം കളയേണ്ട വ്യക്തിയല്ല നീ. പഴയ കാര്യങ്ങൾ, പഴയ സംഭവങ്ങൾ, പഴയ അനുഭവങ്ങൾ ഒക്കെ നിന്റെ ജീവിതത്തിലുണ്ട്. ഒത്തിരി വർഷങ്ങൾ നീ അനുഭവിച്ച വേദനകൾ, ഒത്തിരി നാളുകൾ നീ അനുഭവിച്ച ദുഃഖകരമായ അനുഭവങ്ങൾ, അതൊക്കെ ഓർത്തിരുന്നാൽ ആത്മീകത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നാം പഴയ അനുഭവങ്ങളൊക്കെ ചിന്തിച്ച് ജീവിതം മുന്നോട്ട് പോകുവാനല്ല ദൈവത്തിന്റെ പദ്ധതി. രാത്രി കർത്താവ് പറയുക, പുതിയതൊന്ന് ചെയ്യാൻ പോവാ. പുതിയത് അത് പറയുക. കർത്താവ് പറയാ, പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കുമെന്ന. നാളെയല്ല, നാളുകൾ കഴിഞ്ഞിട്ടല്ല, നീ അനുഭവിച്ച സംവത്സരങ്ങളുണ്ട്, വേദനിച്ച അനുഭവങ്ങൾ, അതിനെ ഓർത്ത് സങ്കടപ്പെട്ട നാളുകൾക്കപ്പുറമായി ഇതാ ഒന്ന് ഇപ്പോൾ സംഭവിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നീ ആയിരിക്കുന്ന ദുഃഖകരമായ അനുഭവത്തിന്റെ നടുവിൽ, നീ ഭവനത്തിന്റെ അകത്തായിരുന്നാലും ഏകാന്തതയുടെ നടുവിലായിരുന്നാലും പലതിനെ ചിന്തിച്ചു വ്യാകുലപ്പെട്ടായിരുന്നാലും ഇന്ന് രാത്രി കർത്താവ് പറയുക, ഇതാ ഇപ്പോൾ ചിലത് നിന്റെ ജീവിതത്തിൽ നൽകി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനാൽ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ചില കുടുംബത്തിന്റെ അകത്ത്, കുടുംബ ജീവിതത്തിന്റെ അകത്ത് ഒരു ദുഃഖിച്ച് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളുടെ നടുവിൽ ദുഃഖിച്ചു ഭാരപ്പെട്ടിനി എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ ഈ ദുഃഖം ചുമന്നുകൊണ്ട് നടക്കണമോ എന്ന് ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ അതിൽ വ്യാകുലപ്പെടുവാനല്ല
ദൈവത്തിന്റെ പദ്ധതി ഇതാ. അതിനൊക്കെ ഒന്ന് മറക്ക്, പുതിയതൊന്ന് ചെയ്യാൻ പോവാ. ഇന്നലെ വരെ സംഭവിക്കാത്തത്, ഇന്നലെ വരെ നടക്കാത്തത് നിന്റെ ജീവിതത്തിൽ ഇതാ ഇപ്പോൾ ഈ ഉത്ഭവിക്കുമെന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ പരാജയപ്പെട്ടിരുന്ന മേഖലകളിൽ, ഇന്നലെ വരെ നിരാശപ്പെട്ടുകൊണ്ടിരുന്ന മേഖലകളിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയായ ആലോചനയാൽ ഇപ്പോൾ ഉത്ഭവിക്കുന്ന പ്രവൃത്തിക്കായി എന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അത് ഇപ്പോൾ ഉത്ഭവിക്കും, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യചിഹ്നമാ. ഇന്ന് രാത്രി ചില വ്യക്തികളുടെ അടുക്കൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ഇതാ നിന്റെ ജീവിത അനുഭവങ്ങളെ കണ്ടുകൊണ്ട് ചോദ്യചിഹ്നമിടുകയാ. മനസ്സുണ്ടോ ഇപ്പോൾ അനുഭവിക്കുവാൻ, ഇപ്പോൾ സന്തോഷം അനുഭവിക്കുവാൻ, ഇപ്പോൾ സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ? ജീവിതത്തിന്റെ പല മേഖലകളിലും പണ്ട് അനുഭവിച്ച വേദന, പണ്ട് അനുഭവിച്ച അടി, അല്ലെങ്കിൽ പണ്ട് അനുഭവിച്ച കഷ്ടത, അതിനെ ഒന്ന് ഓർത്തിരിക്കുവാനല്ല ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഇന്ന് രാത്രി കർത്താവ് പറയും, ഇപ്പോൾ ഉത്ഭവിക്കും. പരിശുദ്ധാത്മാവ് ഇതില് ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഇതിൽ ഒരു ദൈവദാസി പറയുക, ജീവിതത്തിൽ കടഭാരം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുക, പണ്ട് നീ വേദനിച്ച കടഭാരത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, ജീവിതത്തിൽ ഒരു പുതിയ വഴി നിനക്കു വേണ്ടി ഇപ്പോൾ തുറന്നു തരുമെന്ന പരിശുദ്ധാത്മാവ് പറയുന്നത്. വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയാം, നിന്റെ സാമ്പത്തിക തകർച്ച, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടിന്റെ നടുവിൽ നീ ഭാരപ്പെടുന്നു, നാളുകൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലേ? അതിപ്പോൾ ഉത്ഭവിക്കും. എന്താ? ബുദ്ധിമുട്ടുകള്, ഞെരുക്കങ്ങള്, ഭാരങ്ങള് നിന്നെ വിട്ടത് മാറി ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകിത്തരാമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു. അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും. മരുഭൂമിയിൽ വഴി എവിടെ നിന്നാ ഒരുങ്ങുന്നത്? നമ്മളൊക്കെ ചിന്തിക്കും, മരുഭൂമിയിൽ വഴി എവിടെ വരും? വഴി വെട്ടാൻ കഴിയുമോ? ഇസ്രായേൽ മക്കൾ നമുക്കറിയാം, മരുഭൂമിയിലൂടെ മോശ മുഖാന്തരം നടന്ന് അവർക്കൊരു നല്ലൊരു ശുഭകാലം എത്താൻ ഒത്തിരി വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. നമുക്ക് മരുഭൂമിയിൽ നോക്കിയാൽ നമുക്കൊന്ന് ആശ്വസിക്കുവാൻ വേണ്ടിയുള്ള ഒന്നും മരുഭൂമിയിലില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ എങ്ങനെയാ വഴി തുറക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചെന്ന് വന്നേക്കാം. മരുഭൂമി നാം കാണുന്നത് വല്ല മുള്ളേറിയ കൽച്ചെടികളാ. ആ മുൾച്ചെടികൾ മാത്രമാണ് മരുഭൂമിയിലുള്ളത്. എന്നാൽ ആ മരുഭൂമിയിൽ ഒരു വഴി നിനക്ക് തുറന്നു തരുമെന്ന് പറഞ്ഞ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നിന്റെ ജീവിതത്തിന്റെ മേലൊരു വഴി ദൈവം തുറന്നു തരുമെന്ന ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ മുള്ളേറിയ അനുഭവം, ഏത് സാഹചര്യങ്ങൾ മരുഭൂമിയിലൂടെ കടക്കുമ്പോൾ ഒത്തിരി വേദനിക്കുന്ന അനുഭവം നമുക്കറിയാം. മുൾച്ചെടിയിൽ കൈകൊണ്ടാലോ കാൽ കൊണ്ടാൽ വേദനിക്കും, അത് ഭയാനകമാണ്. എന്നാൽ ആ ഒരു സ്ഥാനത്ത് ആ മുള്ളുകളുടെ ഇടയിലും നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ കഴിയുന്നില്ലേ? ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുക, ഇതിന്റെ അകത്തിരിക്കുന്ന വ്യക്തികളോട് പറയുക, നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഇടത്തു നിന്ന് നിനക്കു വേണ്ടി ഒരു വഴി തുറക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നേ. ശമന റിഖമന റിഗ രഗഡഗസിയ വൈഡവര ഘടകത്തുന റകൽക്കമന. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയാം, മരുഭൂമിയിൽ ചൂടേറിയ അനുഭവം, മഴ അല്പം പെയ്താൽ പോലും ആ മണൽത്തരിയിൽ ആ വെള്ളം വീണിട്ട് ഒഴുകുവാൻ പോലും കഴിയാത്ത മണ്ഡലത്തിന്റെ അകത്തു നിന്ന് നിനക്കു വേണ്ടി ഒരു വഴി തുറക്കുമെന്ന് സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന്
അവിടുന്ന് അസാധ്യമെന്ന് ചിന്തിക്കുന്ന ഇടത്ത് നിന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വഴിയുടെ തുടക്കം ആരംഭിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വഴിമുട്ടി നിൽക്കുന്ന അനുഭവത്തിന്റെ നടുവിൽ ഇതാ കാൽ മുന്നിലോട്ട് വച്ചാൽ മരുഭൂമിയാ, കാൽപാദങ്ങൾ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാ, ഇതാ കൂർത്തൊലിച്ച് നിൽക്കുന്ന മുള്ളുകളുടെ ഇടയിലാ ആ കടന്നു പോകുന്ന. അവിടെ എവിടെയാ വഴി? നീ രാത്രി സർവശക്തനായ ദൈവം പറയുന്ന ഒരു ആലോചന, മരുഭൂമിയാണോ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെങ്കിലും അവിടെയും നിനക്ക് വഴി തുറന്നു തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാത്രി സാധ്യമല്ല, അസാധ്യമാണ്, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഒരു വളരെ ചൂടേറിയ അനുഭവമാണ്, ഒരു തരത്തിലും എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല എന്ന ജീവിതത്തിന്റെ പല മേഖലകളിലും നിരാശപ്പെട്ട് ഒതുങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സർവശക്തനായ ദൈവം പറയുക, ആ മരുഭൂമിയിൽ നിനക്കു വേണ്ടി അവിടെ നിന്ന് വഴി ഒരുക്കി തരുവാൻ കഴിവുള്ളവൻ. രാത്രി കർത്താവ് പറയാ, നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു വഴി തുറന്നു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ജീവിതത്തിന്റെ പല മേഖലകളിൽ നിനക്ക് വഴി അടയപ്പെടുന്ന അനുഭവമാണോ? ഒരു തരത്തിലും വഴി തുറക്കുവാൻ കഴിയാത്ത സാഹചര്യമാണോ? എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയാ, ഇന്ന് ഈ നിമിഷം ഇപ്പോൾ ഒരു വഴി നിനക്കു വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥകൾ കടന്നു വരുമ്പോഴും, ചൂടേറിയ അനുഭവത്തിലൂടെ കടന്നുപോയാലും, സങ്കടകരമായ അനുഭവങ്ങളാണോ മുന്നോട്ട് പോകുന്നെങ്കിലും ഭാരപ്പെടേണ്ട. അവിടെയും ആ മരുഭൂമിയിലും നിനക്കു വേണ്ടി അവിടെ നിന്ന് നീരുറവ അല്ലെങ്കിൽ വഴി തുറന്ന് തരുവാൻ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ബൈബിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ വഴി നടത്തിക്കൊണ്ടുവന്ന ഒത്തിരി മരുഭൂമികൾ നമുക്ക് ബൈബിൾ കാണുവാൻ കഴിയുന്നു. ഞാൻ വായിച്ചപ്പോൾ ആ അനുഭവങ്ങളൊക്കെ ഇസ്രായേൽ മക്കൾ മോശ മുഖാന്തരം കടന്നു വന്ന അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ശൂർ മരുഭൂമിയിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു വന്നു, സീൻ മരുഭൂമിയിലും കടന്നു വന്നു, സീനായ് മരുഭൂമിയിൽ, അതുപോലെ പാരാൻ മരുഭൂമിയിലൊക്കെ ഇസ്രായേൽ മക്കൾ വഴി നടന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ മരുഭൂമിയുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോഴും വെള്ളമില്ലാത്ത അനുഭവങ്ങൾ വന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ ആ ദൈവത്താൽ അവർക്ക് നീരുറവകളെ തുറന്നു കൊടുത്ത അനുഭവങ്ങളെ ബൈബിൾ പുറപ്പാട് പുസ്തകം 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ അവർക്ക് വേണ്ടുന്നത് നൽകിക്കൊടുത്ത് അവരെ വഴി നടത്തുവാൻ കഴിവുള്ള ആ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കും അനുഭവിക്കുവാൻ കഴിഞ്ഞാൽ നമുക്കും വഴിമുട്ടി നിൽക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ പുതിയ വഴികളെ തുറന്നു തന്ന് നമ്മെ നടത്തുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയാണോ നീ ആയിരിക്കുന്ന ഭവനം? മരുഭൂമിയാണോ നീ ആയിരിക്കുന്ന ഇടം? മരുഭൂമിയാണോ നീ ആയിരിക്കുന്ന ഏത് മേഖലകളും നിനക്ക് മരുഭൂമിയായിട്ടാണോ തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ അവിടെ നിനക്കു വേണ്ടി ഒരു വഴി തുറന്നു തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. വിശ്വസിക്കൂ. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നീ കാണാൻ പോവുക. ഇന്ന് രാത്രി ചില പുതുവഴികൾ നിനക്കു വേണ്ടി ദൈവം തുറക്കാൻ പോവുക. ഒരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന മേഖലയ്ക്കകത്തളത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതിയ വഴി നിനക്കു വേണ്ടി തുറന്നു തരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പുതിയ വഴി എന്നാ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. നിർജ്ജന പ്രദേശത്തിൽ ആരും ചെല്ലുവാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് നിർജ്ജന പ്രദേശം. അതെവിടെയെന്നറിയാമോ? നമുക്ക് ബൈബിൾ ചിന്തിക്കുമ്പോൾ ഒരു ലഘ്യവും ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു ബൈബിളിൽ. ആ മനുഷ്യൻ കല്ലറകളിലും
ആ പാറയുടെ പിളർപ്പിലുമൊക്കെ താമസിച്ച് മുന്നോട്ട് പോയപ്പോൾ അവന്റെ ശരീരാസകലം തന്നെ അവൻ തന്നെ ചതച്ച് അവൻ അതിനെ മുറിവേൽപ്പിച്ച് മുന്നോട്ട് പോയ അനുഭവം നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഈ മനുഷ്യനെ കൂട്ടത്ത് ചേർക്കുവാൻ കഴിയത്തില്ല. ഈ മനുഷ്യനെ ഭവനത്തിലേക്ക് ചേർക്കുവാൻ കഴിയത്തില്ല. അവന്റെ ജീവിതത്തിൽ ഒത്തിരി ലഗ്യവും ബാധിച്ച് പൈശാചിക മണ്ഡലത്തിലൂടെ അവൻ യാത്ര ചെയ്യുക. അവൻ ആശ്വാസം, അവൻ കല്ലറകൾ മാത്രം, അവിടെ മാത്രം അവൻ ഒതുങ്ങിയിരിക്കുക. ആ സാഹചര്യത്തിൽ യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് അവനെ ലഗ്യോൻ ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കി. എന്നിട്ട് അവന്റെ മേലുള്ള ആ ഒരു പൈശാചിക ശക്തികളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ അവൻ കൽപ്പിച്ചു. എന്നിട്ട് അത് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയെന്ന വചനം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും പൈശാചിക മണ്ഡലത്താൽ നീ ഒതുക്കപ്പെട്ട് നിനക്കൊരു തരത്തിലും സ്വസ്ഥമായി ഇരിപ്പാൻ കഴിയാതെ ഭവനത്തിന്റെ അകത്തൊത്തിരി പ്രശ്നത്തിന്റെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും അനുഭവിച്ച വേദനയുടെ നടുവിലും ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുക, നിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ ഇന്ന് രാത്രി കർത്താവ് എടുത്തു മാറ്റി അത് നിർജ്ജന പ്രദേശത്തേക്ക് വഴിമാറ്റി വിട്ടുകഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു ആത്മീകമായ നദി നിന്റെ മേൽ ഒഴുകപ്പെടുവാനിടയാകും. നിർജ്ജന പ്രദേശം, അവിടെയാ നദിയുടെ ഒഴുക്ക്. ആരും പോകുവാൻ ആഗ്രഹിക്കാത്ത ഇടം, ആരും സന്ദർശിക്കുവാൻ ആഗ്രഹിക്കാത്ത സ്ഥലം, ഒരല്പനിമിഷം പോലും നിൽക്കുവാൻ ആ ഒരു താല്പര്യമില്ലാത്ത ഒരിടം, അവിടെ ആ നിർജ്ജന പ്രദേശം എന്ന് പറയുന്നത്. ലോകത്തിൽ ഒറ്റ മനുഷ്യനും അവിടെ ചെന്ന് അല്പനിമിഷമെങ്കിലും ഒന്ന് ഇരുന്ന് റിലാക്സ് ആകാമെന്ന് ചിന്തിക്കാത്ത ഇടമാ. മറ്റേത് സ്ഥലങ്ങളിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്താലും ഈ നിർജ്ജന പ്രദേശങ്ങളിൽ ആരും പോകാറില്ല. അതൊരു ഏകാന്തതയുടെ ഇടമാണ്, അതൊരു ഒറ്റപ്പെടലിന്റെ ഇടമാണ്, ആരും ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ്. എന്നാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചപ്പും ചവറുകളും ആരും എടുത്ത് എറിയുന്ന ഒരു സ്ഥലം നിർജ്ജന പ്രദേശം. നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാം. ആർക്കും വേണ്ടാത്ത സ്ഥലം, ആരും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കാത്ത സ്ഥലം, അവിടെയാ നദി നിനക്കു വേണ്ടി തുറന്നു തരുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഈ പറയുന്ന സാരാംശത്തിന്റെ മെയിനായിട്ടുള്ള ഒരു വിഷയം ഞാൻ പറയാം. ഇത് ജീവിതത്തിന്റെ പല മേഖലകളിലും എല്ലാം സാധ്യമാകത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഇടത്ത് നിന്നാണ്ട നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിയും പുതിയ ആ ഒരു പാതയും നിനക്കു വേണ്ടി തുറന്നു തരുവാൻ ദൈവത്തിന് പദ്ധതി. ഹല്ലേലൂയ. ഒരു പുതിയ വഴി, ഒരു നദി, വഴിയും നദിയും. ചൂടേറിയ അനുഭവങ്ങളിലൂടെ മരുഭൂമിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ നിനക്കു വേണ്ടി പാത ഒരുക്കിയിട്ട് ആ മരുഭൂമിയിൽ നിനക്കു വേണ്ടി ദാഹജലത്തിന് ജലവും നൽകി നിന്നെ പോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ലോകത്തിലുള്ളവർ നിന്നെ പലയിടങ്ങളിൽ നിന്നിൽ ഒരു അനുഗ്രഹമില്ല, നിന്നൊരു സമൃദ്ധിയില്ല, ഒരനുഗ്രഹവും നിനക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്ന് മാറ്റിവെക്കുന്ന ഇടത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവിടെ നിന്നാ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, എവിടെയാണോ നിന്റെ വാതിൽ അടയപ്പെട്ടത്, എവിടെയാണോ നീ ഒതുക്കപ്പെട്ടത്, എവിടെയാണോ നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് പരാജയത്തിന്റെ വാക്കുകളുമായി നീ വ്യാകുലപ്പെട്ടിരിക്കുന്നത്, അവിടെ നിന്ന് ഇന്ന് രാത്രി നിനക്കു വേണ്ടി ഒരു തുടക്കം അവിടെ നിന്ന് കുറിക്കുന്നത്. ഒരു വഴി നിനക്കു വേണ്ടി അവിടെ നിന്ന് ഒരുക്കുകയാ. നീ യാത്ര ചെയ്യുവാൻ വേണ്ടി, നിന്റെ ശുശ്രൂഷ മേഖലയ്ക്ക് വേണ്ടി, നിന്റെ പുതു ജീവിത അനുഭവത്തിനു വേണ്ടി, തകർന്നിരിക്കുന്ന കുടുംബ ജീവിതത്തിനു വേണ്ടി ഒരു വഴി നിനക്കു വേണ്ടി തുറക്കാൻ പോവാ.
എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇതിൻ്റെ അകത്ത് കയറുന്ന വ്യക്തികളോട് പറയുക, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത്, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ പകർന്ന് ലഭിക്കാത്ത ഒരു പുതിയ വഴിയിലൂടെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നലെ വരെ നീ കടന്നുപോയ സ്ഥാനത്ത് അവിടെ ഒരു വഴി നീ കണ്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഇപ്പോൾ ഈ വചന ധ്യാനത്തിലൂടെ നീ ഒന്ന് വിശ്വസിക്കുക. അസാധ്യമെന്ന് തോന്നുന്ന ഇടത്ത് ഒരു വഴി നിനക്ക് വേണ്ടി ഇതാ തുറക്കുന്നുണ്ട്. ഇന്ന് രാത്രി അതിലൂടെ നിനക്ക് പ്രവേശിക്കുവാൻ, അതിലൂടെ നിനക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉയർച്ച പ്രാപിക്കുവാൻ, നിന്നെ താളടിയാക്കിയ, നിന്നെ തകർത്ത പല ഇടങ്ങളിൽ നിന്ന് നിന്നെ ഉയർത്തി മാനിക്കുവാനുള്ള ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കുക. നീ കടഭാരത്തിലാണോ ഭാരപ്പെടുന്നത്? പ്രൈസലോ, നീ രോഗത്തിന്റെ അടിമത്വത്തിലാണോ നീ ഭാരപ്പെടുന്നത്? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു വഴി തുറക്കുന്നതുണ്ടല്ലോ. അത് സങ്കടത്തിലൂടെ യാത്ര ചെയ്യുവാനല്ല, വ്യാകുലപ്പെട്ട് യാത്ര ചെയ്യുവാനല്ല, തീരാ ദുഃഖമായി മുന്നോട്ട് പോകാനല്ല നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്. ആ വഴിയിലൂടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നിനക്ക് വേണ്ടി ഒരു പുതു വഴി ദൈവം തുറക്കുന്നത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുന്ന വഴിയുണ്ടല്ലോ, അത് അടയത്തില്ല. അത് ജീവിതത്തിന്റെ പല മേഖലകളിലൂടെ നീ യാത്ര ചെയ്ത് ലഭിക്കേണ്ട ദൈവിക നന്മകൾ, ലഭിക്കേണ്ട ദൈവിക അനുഗ്രഹങ്ങൾ അത് പ്രാപിക്കുവോളം ആ വഴി നിനക്ക് വേണ്ടി തുറന്നിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിർജ്ജന പ്രദേശത്തൊരു നദി. പ്രൈസലോ, ഇപ്പോ നിന്റെ ജീവിതത്തിന്റെ അകത്തളത്തിൽ ഒഴുകപ്പെടുന്ന ആ നദിയിൽ നിന്ന് നിനക്കൊന്ന് ഒരു അല്പവെള്ളം പോലും ആസ്വദിക്കുവാൻ കഴിയാതെ ദുഃഖകരമായ അനുഭവത്തിലാണോ നീ ആയിരിക്കുന്നത്? എന്നാൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു പുതിയ നദിയുണ്ടല്ലോ. അതിൽ നിന്ന് അത് നിർജ്ജന പ്രദേശത്തൂടെയാ അത് ഒഴുകപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. നീ ആയിരിക്കുന്ന തകർച്ചയുടെ നടുവിലൂടെ, നീ ആയിരിക്കുന്ന തകർച്ചയുടെ നഴിയിലൂടെ നിനക്ക് വേണ്ടി ഒരു നദി തുറന്നു വരുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു നദി അവിടെ നിന്ന് ഓപ്പണായി വരുന്നുണ്ട്. അത് മറ്റാർക്കും ദർശിക്കുവാൻ കഴിയത്തില്ല, മറ്റാർക്കും കാണുവാൻ കഴിയത്തില്ല. ആ ഒരു തരത്തിലാണ് നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും ആ നദി അത് ഒഴുകപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിന്തിച്ചോ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുക, നിന്റെ കുടുംബത്തിന്റെ അകത്തൂടെ ആ നദി ഒഴുകാൻ പോവുക. നിന്റെ ബിസിനസിന്റെ അകത്തൂടെ അത് നദി ഒഴുകാൻ പോവുക. നീ ആയിരിക്കുന്ന തകർച്ചയുടെ മേഖലകളിലൂടെ ആ നദി ഒന്ന് ഒഴുകാൻ പോവുക. അത് പിന്നെ ഒഴുകുന്നത് തകർച്ചയ്ക്ക് വേണ്ടിയല്ല, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു അനുഗ്രഹത്തിനു വേണ്ടി, ഒരു പുതിയ പന്താവിലൂടെ തന്നെ നടത്തുവാൻ വേണ്ടി ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. ഒരു നദി നിന്റെ അടുത്തുകൂടെ ഒഴുകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് പറയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കി തരുവാൻ കഴിവുള്ളവനാണ് അവൻ പറയുന്നത്, നിനക്ക് ഉണ്ടാക്കി തരും. നിനക്ക് സാധ്യമായത്, നിനക്ക് സാധിക്കാത്തത് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്മേൽ അവൻ സാധ്യമാക്കി തരുമെന്ന ദൈവത്തിന്റെ ആലോചന. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ജീവിതത്തിന്റെ പല മേഖലകളിലും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയുടെ നടുവിലും ഇന്ന് രാത്രി കർത്താവ് പറയുക, ഒരു പുതിയ വഴി, പുതിയ നദി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലൂടെ അവിടുന്ന് പകർന്നു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ നദി എന്നിലൂടെ ഉത്ഭവിക്കട്ടെ, ആ നദി എന്നിലൂടെ ഉത്ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ആ വഴി എന്നിലൂടെ ഉത്ഭവിക്കട്ടെ. ഇന്നലെ വരെ പരാജയമെന്ന് കണ്ടവർ, ഇന്നലെ വരെ പരാജയമെന്ന് തള്ളി മാറ്റിയവർ, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിക്കായി ഞാൻ അവിടെ നിന്ന് അടുത്തു വരുന്നപ്പാ, എന്നെ അതിനായി ഒരുക്കണമേ.
ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിൽ പറയപ്പെട്ടതുപോലെ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ അത് ഇപ്പോൾ സംഭവിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ സംഭവിക്കട്ടെ. ജീവിതത്തിന്റെ പല മേഖലകളിൽ വഴി തുറന്നു വരട്ടെ. വിവാഹം നടക്കുവാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? കുടുംബത്തിന്റെ അകത്ത് ഒത്തിരി നന്മ ആവശ്യമാണ്, അത് ലഭിക്കാതിരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴി, പുതിയ നദി നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നുണ്ട്. ഇന്ന് രാത്രി അതിനായി നമുക്ക് ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ ഇന്ന് രാത്രി കർത്താവ് എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് സംസാരിച്ചതിനായി നന്ദി, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചനത്തിലൂടെ നമ്മൾ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ ഇന്ന് രാത്രി സമർപ്പിക്കാം. ഇന്ന് രാത്രി ചില വഴികൾ കർത്താവ് തുറക്കും, ചില നദികൾ നിന്റെ ജീവിതത്തിലൂടെ ഒഴുകപ്പെടും. അതിനായി ദൈവത്തിന്റെ സ്ഥലം സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.